ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പൂരി മസാലയാണ്, അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങ് മസാല എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ. അപ്പോൾ പൂരി ബാജി എന്നും ചിലർ പറയാറുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ചപ്പാത്തിക്കൊപ്പവും പൂരിക്കൊപ്പവും കഴിക്കാൻ പറ്റിയ അടിപൊളി പൊട്ടറ്റോ കറിയാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാൽ, അപ്പോൾ നമ്മൾ വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിക്കാണ് പറഞ്ഞു തരുന്നത്. ഫസ്റ്റ് നമ്മൾ കുക്കർ എടുക്കുക. കുക്കർ എടുത്തിട്ട് അടുപ്പത്തേക്ക് വെക്കുക. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിന് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ആ ഓയിൽ ഒന്ന് ചൂടാകുമ്പോഴേക്കും അതിലേക്ക് കടുകിട്ട് കൊടുക്കുക. ആ കടുക് ചെറുതായിട്ടൊന്ന് പൊട്ടി തുടങ്ങുമ്പോഴേക്കും ഞാൻ കടലപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ കടലപ്പരിപ്പാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ ഉഴുന്നും കൂടെ എടുത്തിട്ടുണ്ട്. നമ്മൾ ദോശയ്ക്കൊക്കെ എടുക്കുന്ന ഇത് രണ്ടും കൂടെ എണ്ണയിലിടുക. നന്നായിട്ട് മൂപ്പിക്കാൻ പാടില്ല. അതിനു മുമ്പ് നമുക്ക് കുറച്ച് സാധനങ്ങളോട് ആവശ്യമായിട്ടുണ്ട്. ഫസ്റ്റ് ഞാൻ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒന്ന് ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 2 പച്ചമുളക് നെടുകെ കീറിയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇത് നമ്മുടെ ഉഴുന്നും കടലപ്പരിപ്പൊക്കെ ഒന്ന് നന്നായിട്ട് നിറം മാറുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഈ ചേരുവകൾ ചേർത്ത് കൊടുക്കുക. ഫസ്റ്റ് നമ്മൾ ഇഞ്ചി ചേർത്ത് കൊടുക്കുകയാണ്. പച്ചമുളക്, കറിവേപ്പില ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് ഇതിലേക്ക് ഒരു ചെറിയൊരു പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് അടുത്ത് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് സവോളയാണ്. സവോള അറൗണ്ട് ഒരു വലിയ സവോള ഞാൻ എടുത്തിട്ടുണ്ട്. മീഡിയം സവോളയാണെങ്കിൽ 2 സവോള എടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ സവോള നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടെ ഒക്കെ ചേർന്നിട്ട് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ നന്നായിട്ട് ബ്രൗൺ നിറം ആവുന്നത് വരെ വഴറ്റേണ്ട ഒരു ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് നമുക്ക് വഴന്ന് കിട്ടിയാൽ മാത്രം മതി. അടുത്ത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഉപ്പാണ്. ഇതിനാവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോഴേക്കും നമുക്ക് സവോള പെട്ടെന്ന് വഴന്ന് കിട്ടും. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അടുത്ത് നമ്മൾ ഇത് ഏതാണ്ട് ഒരു ചെറുതായിട്ട് നമ്മുടെ സവോള വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്കടുത്ത് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമ്മൾ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഈ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. കാരണം ഈ മഞ്ഞൾപ്പൊടിയുടെ ആ ഒരു ചെറിയൊരു പച്ചമണം ഒന്ന് മാറണം, അത്രയേ ഉള്ളൂ. അതിനുശേഷം ഞാനിവിടെ ഒരു 4 പൊട്ടറ്റോ എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു മീഡിയം സൈസ് 4 പൊട്ടറ്റോ തൊലി കളഞ്ഞ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു അളവിനാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ആ മഞ്ഞപ്പൊടിയുടെയൊക്കെ പച്ചമണം ഒന്ന് മാറിയതിന് ശേഷം നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഉരുളക്കിഴങ്ങുണ്ടല്ലോ, അത് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു 2 സെക്കൻഡ് ആ എണ്ണയിൽ കിടന്നിട്ട് ഈ ഉരുളക്കിഴങ്ങും കൂടെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. അപ്പോൾ അതങ്ങനെ വഴറ്റിയിട്ട് നമ്മൾ കറി ഉണ്ടാക്കുമ്പോഴേക്കും ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയായിരിക്കും. പിന്നെ ഞാൻ ഇതിൽ കടലപ്പരിപ്പൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. കടലപ്പരിപ്പും ഉഴുന്നും അത് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അത് കഴിക്കുമ്പോൾ ഒരു ക്രഞ്ചിനെസ് ഫീൽ ചെയ്യും, അതുകൊണ്ടാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഉരുളക്കിഴങ്ങ് മുങ്ങിക്കിടക്കത്തക്ക രീതിക്ക് നമ്മൾ വെള്ളം ഒഴിക്കണം കേട്ടോ. എന്നാലേ കറിയുടെ ഗ്രേവി നമുക്ക് കറക്റ്റ് പാകത്തിന് കിട്ടത്തുള്ളൂ. അപ്പം ഞാനിവിടെ ഉരുളക്കിഴങ്ങ് മുങ്ങിക്കിടക്കത്തക്ക രീതിക്ക് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇത് കുക്കർ അടച്ച് വെക്കുക കേട്ടോ. അടച്ച് വെച്ച് ഞാൻ അതിലുള്ള ഫിസിൽ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് മീഡിയം ഫ്ലെയിമിൽ കിടന്നിട്ട് ഒരു 2 ഫിസിൽ ഇടുക കേട്ടോ. 2 അല്ലെങ്കിൽ 3 ഫിസിൽ നമ്മൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ ഫിസിലൊക്കെ ഇട്ടു. അതൊക്കെ അതിൻ്റെ എയറൊക്കെ പോയിട്ടുണ്ട്. ഞാൻ അതെടുത്ത് മാറ്റുകയാണ്. ഓപ്പൺ ചെയ്ത് നോക്കുകയാണ്. കാണുമ്പോൾ നമ്മുടെ പൊട്ടറ്റോയൊക്കെ നന്നായിട്ട് സ്മാഷ് ആയിട്ടില്ല എന്ന് നമുക്ക് ഫീലാവും. പക്ഷേ അതെല്ലാം നന്നായിട്ട് വെന്തുടയാൻ പാകത്തിനായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫ്ലെയിം വീണ്ടും ഓൺ ചെയ്ത് കൊടുക്കുക. ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് എന്നിട്ടൊരു സ്പാച്ചില കൊണ്ടിട്ട് ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുക്കുക കേട്ടോ. കുറച്ച് പൊട്ടറ്റോകൾ നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് തൊട്ട് കൊടുത്താൽ മതി. അത് പെട്ടെന്ന് തന്നെ പൊടിഞ്ഞു കിട്ടും. എന്നിട്ട് ഇതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂണോളം അളവ് ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂണോളം അളവ് കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതുകൂടെ ആഡ് ചെയ്യുമ്പോഴേ നല്ല പ്രത്യേക മണം വരും കേട്ടോ. അതിൽ നിന്നൊരു പ്രത്യേക മണവും നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഇത് നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ലാസ്റ്റ് നമ്മൾ ഇതിലേക്ക് കുറച്ച് മല്ലിയില ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് വെതറി കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഇതെല്ലാം മിക്സ് ചെയ്ത് വെച്ചിട്ട് 2 മിനിറ്റ് ഒന്ന് ബോയിൽ ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു പൊട്ടറ്റോയുടെ കൺസിസ്റ്റൻസി ഇച്ചിരി തിക്കായിട്ട് ഫീൽ ചെയ്യുകയാണെങ്കിൽ കുറച്ച് ചൂടുവെള്ളം വേണമെങ്കിൽ നിങ്ങൾ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ എൻ്റേതിപ്പോൾ കറക്റ്റ് പാകമാണ് കേട്ടോ. എക്സ്ട്രാ വെള്ളം ഒന്നും ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ പൂരി മസാല തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ബാച്ചിലേഴ്സിനൊക്കെ പെട്ടെന്ന് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന പൂരി മസാലയാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.